പരീക്ഷ എടുക്കുന്തോറും കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നതാണ്. മറക്കാതിരിക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്ര കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും കൂടുതൽ ഓർമ്മയിൽ നിൽക്കും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, വീണ്ടും 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഇതാണ് ഏറ്റവും അനുയോജ്യമായ രീതി. അങ്ങനെ പഠിക്കുന്ന സമയത്ത് പോലും പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ എഴുതി വെച്ചുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പഠിക്കുന്ന സമയത്ത് കൈകൂടെ ചലിക്കുന്നത്, പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ എഴുതി വെക്കുന്നത് ഏറെ സഹായകരമായിരിക്കും. മാത്രമല്ല, ഈ എഴുതി വെച്ച പോയിൻറ്റ്സുകൾ കൃത്യമായ ഇടവേളകൾ റിപ്പീറ്റ് ചെയ്യുകയും വേണം. 40 മിനിറ്റ് കഴിഞ്ഞ് 10 റെസ്റ്റ് എടുക്കുന്നു, 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ എഴുതി വെച്ച പോയിൻറ്റ്സ് ഒന്ന് നോക്കുക. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ അന്ന് എഴുതി വെച്ച പോയിൻറ്റ്സുകൾ ഒന്നുകൂടി നോക്കിയിട്ടേ കിടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 24 മണിക്കൂർ റിപ്പീറ്റേഷൻ ആവുന്നു. ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ചയോ മറ്റോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, പോയിൻറ്റ്സുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റേഷൻ വളരെ എളുപ്പമാവും. മാത്രമല്ല, മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പഠന രീതിയുണ്ട്. മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പാഠത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു പേജിലേക്ക് കൊണ്ടുവരുന്നതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് സോഷ്യൽ സയൻസിൽ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ്. 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ മെയിൻ ഹെഡിങ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. സെൻട്രൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എഴുതുന്നു. ഒരു ഐഫൺ കൊടുത്തിട്ട് അതിൽ ഫ്രഞ്ച് വിപ്ലവം, അത് നടന്ന വർഷം, അതുണ്ടാവാനുള്ള കാരണങ്ങൾ, അത് ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ. അടുത്ത ഐഫണിൽ ചൈനീസ് വിപ്ലവം, അടുത്തതിൽ ഫ്രഞ്ച് വിപ്ലവം. ഇങ്ങനെ 5 വിപ്ലവങ്ങളെയും ഒരു പേജിലേക്ക് കൊണ്ടുവരികയും ഒറ്റ നോട്ടത്തിന് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിനാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇത് മൈൻഡ് മാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിന് 1 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് വരും. ഇപ്പോൾ സോഷ്യൽ സയൻസിൽ 10ഓ 15ഓ ചാപ്റ്ററാണുള്ളതെങ്കിൽ 15 മൈൻഡ് മാപ്പിലൂടെ ആ 15 ചാപ്റ്റർ നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ ആ 15 ചാപ്റ്റർ റിവിഷൻ നടത്താൻ ഒരുപക്ഷെ 15 മിനിറ്റ് മതിയാവും. ഇപ്പോൾ റിവിഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കംപ്ലീറ്റ് ചെയ്ത ഉടനെ അതിൻ്റെ മൈൻഡ് മാപ്പ് തയ്യാറാക്കി പഠിക്കുന്നത് ഏറെ സഹായകരമായിരിക്കും. മാത്രമല്ല, ഏറ്റവും പ്രയാസമുള്ള ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് തയ്യാറാക്കി പഠിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കാണുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും ഏറെ സഹായകരമായിരിക്കും. മാത്രമല്ല, പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മൈൻഡ് മാപ്പിലൂടെയും ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വരും. മൈൻഡ് മാപ്പ് തയ്യാറാക്കുമ്പോൾ ഓരോ ഹെഡിങ്ങിനും സബ് ഹെഡിങ്ങിനും വിവിധ കളറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ബ്രെയിനിന് കൂടുതൽ അറ്റൻഷൻ നൽകാനും സഹായകരമായിരിക്കും. പരീക്ഷയുടെ ഇടവേളകളിൽ പലപ്പോഴും പരീക്ഷ കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങളുടെ ഗ്യാപ്പ് കിട്ടാറുണ്ട്. ആ സമയത്ത് ഫലപ്രദമായിട്ട് ആ ദിവസത്തെ ഉപയോഗിക്കേണ്ടതുണ്ട്. അവിടെ കൃത്യമായ പ്ലാനിങ് ഉണ്ടാവുക. ഒരു 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, വീണ്ടും 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഈ രീതിയിൽ ഇടവേളകൾ കൊടുത്തുകൊണ്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പഠന കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എപ്പോഴും ചെറിയ സ്ലോട്ടിലാക്കി പഠിക്കുന്നതാണ് നല്ലതെന്നാണ്. മാത്രമല്ല, പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധയെ തെറ്റിക്കുന്ന ഒന്നുമില്ലാതിരിക്കുന്നതാണ് നല്ലത്. നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുക, നല്ല വെളിച്ചത്തിലിരുന്ന് പഠിക്കുക, കംഫർട്ടബിളായിട്ടിരുന്ന് പഠിക്കുക, നട്ടെല്ല് നിവർത്തിയിരുന്ന് പഠിക്കുക, പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ എഴുതി വെച്ചുകൊണ്ട് പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമില്ലാത്ത വിഷയമാണ് ടൈം ടേബിളിൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ. ഇഷ്ടമുള്ള സമയത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ, ഇഷ്ടമില്ലാത്ത സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളത്. ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇഷ്ടമില്ലാത്ത സമയത്ത് ഇഷ്ടമില്ലാത്ത വിഷയമാണ് പഠിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ഭയങ്കരമായ മടിയൊക്കെ ഉണ്ടായേക്കാം. പിന്നെ ഉറക്കം വരുന്നു എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ പരാതികൾ. സ്വാഭാവികമായിട്ടും പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരിക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നാച്ചുറൽ. എന്തുകൊണ്ടാണ് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നത്, എന്തുകൊണ്ടാണ് പഠിക്കുമ്പോൾ താല്പര്യം നഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് പഠിക്കുമ്പോൾ മടി തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് എന്നാണ് അതിന് ഉത്തരം. സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ പഠിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അതിനെ മറികടക്കാൻ ഞാൻ വീണ്ടും പറയുന്നു, ചെറിയ സ്ലോട്ടിലാക്കി പഠിക്കുക. പഠിക്കുന്നിടയിൽ മിനി എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കും. പഠിക്കുന്നതിൽ വെള്ളം കുടിക്കുന്നത് നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കും. പിന്നെ ചെറിയ ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനിടയിൽ ചെറിയ കഴിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ ഉത്തേജിപ്പിക്കും എന്നുള്ള ചില പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വില കൂടിയ ചോക്ലേറ്റ് ഒന്നും വാങ്ങിയിട്ട് കഴിക്കണം എന്നല്ല പറയുന്നത്. പിന്നെ ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനിടയിൽ കഴിക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. ഈ രീതിയിൽ പഠനത്തെ ക്രമീകരിക്കുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മളോട് പറയേണ്ടത് എനിക്ക് നന്നായിട്ട് ഓർമ്മിക്കാൻ പറ്റും, നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമെന്നേ പറയാൻ പാടുള്ളൂ. ഞാൻ പഠിച്ചാൽ മറന്നു പോകും,
എനിക്ക് പരീക്ഷകൾ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് എന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ പലപ്പോഴും നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാൻ കാരണമായി തീരും. പാരൻസും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നിനക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, നിനക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, നിനക്ക് നല്ല മാർക്കോടെ ജയിക്കാൻ പറ്റുന്നേ കുട്ടികളോട് പറയാൻ പാടുള്ളൂ.